രാജു റോഹന്റെ കാര്യം? റോഹന്റെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യണം മാഡം? ഞാൻ അവനെ കല്യാണം കഴിച്ച് ഞാൻ അവന്റെ കൂടെ പോയി താമസിക്കണമെന്നാണോ രാജു പറയുന്നത്? അങ്ങനെയല്ല മാഡം ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ രാജു ഉദ്ദേശിച്ചേ? മാഡം എന്നോട് വഴക്കിടാൻ വേണ്ടിട്ടാണോ ഇപ്പൊ വിളിച്ചത്? ഞാൻ വഴക്കിടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത്. പക്ഷെ രാജു പറയുന്നതിന്റെ മറുപടി എന്തായാലും ഞാൻ പറയും. ഇപ്പൊ പറഞ്ഞതിന്റെ മറുപടി ഹാർഷായിട്ട് ഞാൻ പറയും. മാഡം വഴക്കുണ്ടാക്കാതെ സമാധാനായിട്ടിരിക്കെ. നമുക്ക് ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ സമയമുണ്ടല്ലോ. ആലോചിച്ചു കഴിഞ്ഞാൽ വഴിയും കിട്ടും. ഇതിങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. രാജു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജു എനിക്ക് പണ്ടൊരു പ്രോമിസ് തന്നിട്ടുള്ളതല്ലേ, എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പൊ രാജു തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. എനിക്കറിയില്ല. റോഹനോട് രാജു തന്നെ സംസാരിക്കും. ഞാൻ റോഹനോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാലേ പറ്റൂ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ മാഡം, ഞാൻ നോക്കിക്കൊള്ളാം. രാജു അവൻ എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. മാഡം ഫോൺ എടുത്ത് സംസാരിക്കേ. അവനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവന്റെ കോൾ കട്ട് ചെയ്യാൻ പോവാ. മാഡം മാഡം കട്ട് ചെയ്യില്ല മാഡം, എടുത്ത് സംസാരിക്കേ. ഇല്ല, ഞാൻ കോൾ കട്ട് ചെയ്യും. ഇവിടെന്താ കോള് കട്ട് ചെയ്യുന്നത്? കോൾ വെയിറ്റിംഗിലാണല്ലോ. ആരോടാ സംസാരിക്കുന്നത്? ഫ്രണ്ട്സിനോട് ആരെങ്കിലും ആയിരിക്കും. കോള് കട്ട് ചെയ്താ റോഹൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ? പോരാത്തതിന് മാഡത്തിന്റെ കോള് വെയിറ്റിംഗിലും. മാഡം കോൾ എടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെന്ന് പറയായിരുന്നു. അതായിരുന്നു ബെറ്റർ. അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇന്നലെ വന്നൊരു കൊച്ചു പയ്യൻ എന്നിട്ട് എന്റെ ഫോണിലേക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു, അതും രാത്രിയില്. രാത്രിയിൽ അവന്റെ ഫോൺ എടുക്കേണ്ട കാര്യം എനിക്കില്ല. മാഡം വെറുതെ വഴക്കുണ്ടാക്കല്ലേ. മാഡം എന്റെ കോള് കട്ടി റോഹൻ ഇനിയും വിളിച്ചു കഴിഞ്ഞാ വെയിറ്റിംഗിലാണെന്ന് കാണിക്കില്ലേ? മാഡത്തിന്റെ തെറ്റിദ്ധരിക്കും. ഞാൻ കോള് കട്ട് ചെയ്യാൻ പോവാ മാഡം. ഇനി വിളിക്കുകയാണെങ്കിലും മാഡം റോഹനോട് സംസാരിക്കും. രാജു കൂളായിട്ട് സംസാരിച്ചാ മതി. ഉറക്കം വരികയാണെന്നോ ഉറങ്ങാൻ പോവാണെന്നോ നാളെ സംസാരിക്കാന്നോ എന്നും വല്ലതും പറഞ്ഞോ? ശരി രാജു, ഞാൻ അങ്ങനെ ചെയ്യാം. ശരി മാഡം. റോഹന്റെ കയ്യിൽ നിന്നും ഋതിക മേഡത്തെ രക്ഷിക്കാൻ എന്താ വഴിയുള്ളത്? ഡയറക്റ്റായിട്ട് ഇടപെട്ടാൽ ശരിയാവില്ല. എന്തേലും വഴി കണ്ടെത്തണം. പാവം മാഡം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കാം. നോവിനാലേ